എനിക്ക് എന്റെ മോളെ കാണണം തോന്നി ഞാനിങ്ങ് പോന്നു. അല്ല, ചേച്ചിയുടെ ട്രീറ്റ്മെന്റ് മുഴുവനും കഴിഞ്ഞില്ലായിരുന്നല്ലോ. എന്നിട്ടും അവിടുന്ന് പോരാൻ അച്ഛനും അമ്മയും സമ്മതിച്ചോ? ട്രീറ്റ്മെന്റ് ഒക്കെ എവിടെ ആയാലും ചെയ്യാലോ. ആ, ഉം. എന്നാലും അത് അമ്മ ചെയ്യുന്ന പോലെ വരുമോ? നീയും സ്നേഹ അനുഖയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. മെഡിസിൻ എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ സമയത്തിന് കഴിക്കണം, സന്തോഷത്തോടെ വിശ്രമിക്കണം. അതല്ലേ വേണ്ടത്? അതിന് ഈ വീടിനേക്കാളും പറ്റിയൊരിടം വേറെ ഏതാ? അങ്ങനെയല്ലല്ലോ ചേച്ചി. ഒരു ദിവസവും മുഹൂർത്തവും കുറിച്ച് അമ്മയും കുഞ്ഞിനെയും വന്ന് വിളിച്ചോണ്ട് പോരുന്നതല്ലേ ചടങ്ങ്. ദേ, ഇവിടെയാണെങ്കിൽ അച്ഛനും നന്ദേട്ടനും എല്ലാവരും അങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഈ ചടങ്ങിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന് എന്തിനാ ഒരു ചടങ്ങ്? ഏതോ കാലത്ത് ആരും ഉണ്ടാക്കിയ ചടങ്ങുകളാ ഇതൊക്കെ. തലമുറകളായി ഇതൊക്കെ എല്ലാരും ചെയ്യുന്നു, അപ്പൊ നമ്മളും ചെയ്യുന്നു. അത്രേ ഉള്ളൂ. എനിക്ക് എന്റെ മോളെ കാണാതെ പറ്റില്ല. മോളെ കാണാനായിരുന്നെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരായിരുന്നല്ലോ. വേണമെങ്കിൽ കുറച്ചു ദിവസം അവിടെ നിർത്തുകയും ചെയ്യായിരുന്നു. ഇതിപ്പോ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വിഷമായി കാണും. അമ്മുക്കുട്ടിയെ കാണാൻ മാത്രം അങ്ങനെ അർച്ചനടുത്ത് ഇത്ര ധൃതിപ്പെട്ട് ഓടി വരില്ല. സച്ചിനെ കാണാതെ ഏട്ടത്തേക്ക് എരിപ്പ് ഉറക്കത്തില്ല. അതല്ലേ സത്യം? ഒന്ന് പോകടി അവിടെ. അല്ല, സച്ചേട്ടൻ എവിടെ? ഏട്ടൻ ഇന്നലെ രാത്രി പോയതാ, ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ വന്നില്ലേ? അപ്പോ നിങ്ങളാരും വിളിച്ചു നോക്കിയില്ല? രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുൻപ് സന്ദീപ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ സച്ചേട്ടൻ എവിടെയാണെന്നാ പറഞ്ഞേ? അതൊന്നും എന്നോട് പറഞ്ഞില്ല. സച്ചിനെ ഓഫീസിൽ കാണും. നീ ധനുഷനെ വിളിച്ച് ചോദിക്കേ. അപ്പോ ഇന്നലെ രാത്രി മുഴുവൻ സച്ചേട്ടൻ എവിടെയായിരുന്നു? രാവിലെ ഇവിടേക്ക് വന്നിട്ടുമില്ല.